എങ്ങനെ എടുക്കാം? മുള്ളാണല്ലോ. കുഞ്ഞാപ്പോ ഞാൻ കൊറേ നേരമായി അവിടുന്ന് വരുമ്പോ എല്ലാ ഉരുളോ എനിക്ക് പറ്റൂല. ആ ചളിയിൽ ഇറങ്ങാൻ എനിക്ക് പറ്റൂല. എല്ലാ കുഞ്ഞാപ്പോ അതിന്റെ കുട്ടിത്തപ്പോഴും മാറ്റില്ലേ? ഇജാണ് കല്യാണം കഴിക്കാൻ നടക്കണ്? ഈ ഉരുളി കുട്ടി നടക്കണ ഈ കല്യാണം ഇതെന്തപ്പ ഇത് ഉരുളി ഞാൻ വെക്കണ്. ഓളെ കല്യാണം കഴിച്ചാലും ഞാൻ ഉരുളിട്ട് നിർത്തും. അപ്പൊ അത് നന്നായിക്കണേ. നമുക്ക് വേറെ ഒരു പണിയും കണ്ടില്ലേ ജി? കുട്ടികളമാര് ഞാനേ എങ്ങനെ എടുക്കഞ്ഞി? ആ ചളിയിൽ എനിക്ക് ഇറങ്ങാൻ പറ്റൂല. അല്ലെങ്കിൽ ഇമ്മ പറയും ജിം മേലെ എനിക്കില്ല, എനിക്ക് വയർപ്പും പൊടിയില്ല, എനിക്ക് വിയർപ്പിന്റെ അസുഖം. ഇജന്നെ ഇറങ്ങിയാ മതി. ഭയങ്കര പണിയാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കൊടുക്കിന്റെ ഉരുളാണ് വലുത്. ആ ശരി. അനക്ക് വേറെ ഒരു പണി ഇന്ന് കിട്ടിയില്ലേ? പാമ്പെന്തിനുണ്ടാവും കുഞ്ഞാപ്പോയില്? ഞാനില്ല. ഇജനെ കളിച്ചോ? അല്ല ഇന്നിപ്പോ എന്താ ആരും ഇല്ല അവിടെ? എന്താണ് ഇന്നലെ പറഞ്ഞു? ഇമ്മ എന്താണ് ഇവരോടെ പോയിട്ട് എന്താ യൂട്യൂബ് കണ്ടത്രേ. ആരോടെ പോയിട്ട്? സാത്താടെ പോയപ്പോ ഓരോ മക്കളൊക്കെ വന്നിട്ടുണ്ട് അത്ര. അതില് യൂട്യൂബ് ഉണ്ട് അത്ര. യൂട്യൂബ് കണ്ടപ്പോ ഉണ്ടത്രേ അതില് ഒരു പെണ്ണുണ്ട് അത്ര. എന്താണ് സാജ്യോ അങ്ങനെ പെണ്ണുണ്ട് അത്ര കേട്ടാ. ആ പെണ്ണിനെ പറ്റിട്ട് ആൾക്കാർ ഓരോന്ന് പറയത്രേ. ഇമ്മ പറയും പാവാണ് ആ പെണ്ണ്. ആരും എന്റെ വാപ്പ മരിച്ചപ്പോ ഇതേമാതിരി ഇമ്മാനെ പറ്റി ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്. എന്താണ് പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാര് മരിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയും. ഭർത്താക്കന്മാരുണ്ടാകുമ്പോ പെണ്ണുങ്ങൾക്ക് നല്ല ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാത്ര. ഭർത്താക്കന്മാര് മരിച്ചപ്പോ ഓരോരോ നോട്ടത്ര. പെണ്ണുങ്ങൾ ഓരോന്ന് പറഞ്ഞ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്ര നല്ല സാരി ഇമ്മറിയ ചെറുപ്പത്തിലൊക്കെ സാരി ഇട്ട് പോകുമ്പോഴത്ര ഓളെ പത്രാസം എന്താ മാപ്പിള മരിച്ചിട്ട് അവൾക്ക് പെരയില് ഇന്നാ മതിന്ന്. ഇമ്മാരെ മാപ്പിള മരിച്ച് പെര എന്നുണ്ടെങ്കിലേ തിന്നാൻ തരൂല. ആരും തിന്നാൻ പറ്റില്ലല്ലോ. ഇമ്മറിയ അതേമാതിരി ആ പാവം പെണ്ണിനെ ആൾക്കാരൊക്കെ എന്താ യൂട്യൂബുകാരൊക്കെ പാട് പറയുന്ന കൊറേ ആൾക്കാർ അതിന് ഓരോന്ന് പറയണ്ട അത്ര. പാവല്ലേ ഇമ്മറിയ പാവാണ്. അതിന് 5 ആൺകുട്ടികളല്ലേ. അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഈ പറഞ്ഞ ആൾക്കാരെന്നല്ലേ തിന്നാൻ കൊടുക്കുന്നില്ലേ? ആ പെണ്ണിന്റെ ആലാവിധിയായിട്ട് ആ പെണ്ണ് കഴിഞ്ഞോട്ടല്ലേ. പിന്നെ ഇന്നത്തെ കാലത്തെ ഒരാളെ കുറ്റം പറയാനും 100 ആളുണ്ടാവും. നല്ലതെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആരും മുണ്ടൂല. നല്ല കുറ്റമൊക്കെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ചേഞ്ഞ് മറിഞ്ഞിട്ട് എന്നിട്ടാണ് കുറ്റം പറയും. ഇവര് വലിയ പുണ്യാമാ ആൾക്കാരാളോ പിന്നെ കുറ്റം പറഞ്ഞ ആൾക്കാർ. പിന്നെ എനിക്ക് ആ പൈസ ഒക്കെ യൂട്യൂബിൽ ചോദിച്ചിരുന്ന പെണ്ണ് അല്ലേ സൂക്കറിന്? അതാണ് സാജിദാജി. അതാണ് കുട്ടികളൊക്കെ വയനാട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ അതൊക്കെ ചേട്ടൻ വെറുതെ പറയാവൂലേ? അതൊന്നും നമ്മള് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ഇഷ്ടല്ലേ? അതൊക്കെ ഓരോരുത്തരും ഇഷ്ടല്ലേ? ഇവർക്ക് എന്തിനാണ് ഇത്ര ഇങ്ങനെ യാന്ത്? ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അത് ഇവരെ നേരക്കും ഇവരെന്ന് കായൊന്നും മേടിക്കുന്നില്ലല്ലോ. ആ കുട്ടികളെ കാണുമ്പോ പാവാണ് ആ കുട്ടികളെ. ഉമ്മ പറയാ കുഞ്ഞാപ്പോ എനിക്ക് ആ കുട്ടികളെ കാണുമ്പോ ഇന്ന ഓർമ്മ വരും. എത്ര എന്റെ ചെറുപ്പത്തില് പാപ്പ മരിച്ചപ്പോള് ഉമ്മ അങ്ങനെ എത്ര ഇതാക്കിയത്. ഒരു കുടുംബത്തില് കല്യാണത്തിന് പോയിണ്ടെങ്കിൽ അപ്പൊ ആൾക്കാരിങ്ങനെ നോക്കും അത്ര. ഈ ഭാഗത്തിന്റെ ഒരു പവറ് കണ്ടില്ലേ? ഭർത്താവില്ലാന്ന് ഓർക്കൊരു ചിന്ത ഇല്ല. അതേമാതിരി മക ഒരു വിരുന്നിന് വിളിക്കാൻ പറ്റില്ല അത്ര. ആൾക്കാരൊക്കെ മനങ്ങൾ കാണത്ര. ഇവരൊക്കെ വിചാരം എന്താ? ഭർത്താക്കന്മാര് മരിച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാരാച്ചിട്ട് പിന്നെ വിചാരം പാവങ്ങളാണല്ലേ. എങ്ങനെ നോക്കി മക്കളൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന് ഒറ്റക്ക് ഒരു ബൈക്ക് പോകാനും പറ്റൂല. അപ്പൊ ആൾക്കാർ ഓരോന്ന് പറയും ചെയ്യാ. അതേമാതിരി ഇമ്മ കൊറേ പറഞ്ഞു. ഉമ്മാന്റെ കഷ്ടം തന്നെയാണ് ആ പെൺകുട്ടിക്ക്. എന്തെങ്കിലും ആ പെൺകുട്ടി എങ്ങനെയും ജീവിച്ചു പോയി. ആ പെൺകുട്ടി എന്തൊക്കെ വിഡിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഞാൻ കല്യാണം കഴിച്ച് അതൊക്കെ തന്നെ ജനങ്ങള് അങ്ങനെയും പറയുന്നില്ലേ? പക്ഷെ അത് പറഞ്ഞോട്ടെ. അതിപ്പോ മറ്റുള്ളവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാര് പോയി കണ്ടിട്ടും കേട്ടിട്ടും അല്ലേ കാണാൻ പറ്റല്ലേ. പിന്നെ അത് ഇനി ഇപ്പൊ എന്ത് പറഞ്ഞിട്ടാലും ആൾക്കാർ എന്താന്നുള്ളത് ശ്രദ്ധിക്കും. എന്നാ കാണൂല. യൂട്യൂബർക്കെ പറഞ്ഞതൊക്കെ സത്യം ഒന്നല്ല. ആൾക്കാരെ കണ്ടിട്ട് കായിട്ടാൻ വേണ്ടിട്ടാവൂലേ? അങ്ങനെയുണ്ട്. കൊറേ ആൾക്കാരുണ്ട്. എന്തായാലും ഇപ്പൊ അത് നമ്മള് നോക്കണ്ട.
ഇല്ല ഇല്ല. ഇമ്മ പിന്നെ ഈ ഉള്ളിൽ കിട്ടിയപ്പോ തന്നെ ഇമ്മ പറഞ്ഞിരിക്കുന്നത് മര്യാദക്ക് വലിച്ചു പറഞ്ഞോ. ഇത് അല്ല ഈ സാജിദ കാര്യം എന്നെ പറഞ്ഞു. നബിസാത്താർക്ക് പോയപ്പോ യൂട്യൂബിൽ നിന്ന് കണ്ടാത്ര അവിടുത്തെ നബിസാത്താന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ വന്നപ്പോ അവര് പറയാത്ര ഇപ്പൊ എല്ലാരും ആ പെണ്ണിനെ പറ്റിയ പറഞ്ഞില്ലേ. പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഇന്നെ പറ്റിയും പറഞ്ഞിരിക്കണ്. എന്നെ പറ്റി പറഞ്ഞാലും കുഴപ്പമില്ല, കുഞ്ഞാപ്പല്ലേ. അതല്ലേ പറഞ്ഞത്. ചെക്കന്റെ വിചാരം എന്താ, ചെക്കൻ വലിയ കല്യാണം കഴിക്കാണ്ട് നടക്കുകയാണ് പറഞ്ഞിട്ട്. നിങ്ങളെ കറിക്ക് എന്ത് തെരഞ്ഞുണ്ടാ? എന്റെ മന അയച്ചിട്ടല്ലേ ഞാൻ തിന്നുന്നത്. ഞാൻ പല നേരത്തെ ചോറ് വെക്കുന്നത് എന്റെ മന അയച്ചിട്ടല്ലേ. അപ്പൊ ആൾക്കാര് പറയാതിരിക്കും എങ്ങനെ? ഇത്തരം വലുതായിട്ട് ഉമ്മ അയച്ചിട്ടല്ലേ തിന്നണെന്ന് പറയാൻ നാണല്ലേ ഉണ്ടല്ലോ. ഞാൻ വലിയ കുട്ടിയാണെങ്കിലും ഉമ്മ വലിയ ആളാണെങ്കിലും ഉമ്മ മരണം വരാൻ കുട്ടിയാണ്. അത് തള്ളാർക്ക് മരണം വരാൻ കുട്ടി തന്നെയാണ്. നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത്? നാട്ടുകാർ പറഞ്ഞോട്ടെ. നമ്മക്ക് ഒരാഴ്ച 2 ആഴ്ച ആൾക്കാർ പറഞ്ഞിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരയില് പോകുന്നു. അങ്ങനെ തന്നെയാണ് തെളിഞ്ഞാറന്നല്ല എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കുറച്ച് ദിവസം പറയും, പിന്നെ അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് പോകും. പക്ഷെ ആ പറയുമ്പോഴുള്ള വിഷമം ആൾക്കാർ ചിന്തിക്കുന്നില്ല. പറയുമ്പോഴുള്ള വിഷമല്ല, അവര് പറഞ്ഞിട്ട് നമ്മളെ പറ്റി പറയണേ എനിക്കിപ്പോ എത്ര വിഷമുണ്ടാവും അല്ലേ? അതാണ് ആൾക്കാർ ചിന്തിക്കാത്തത്. അവർക്ക് അപ്പൊ പറയുമ്പോ നല്ല സുഖമാണ് മറ്റോട് പറയാനും ഇവരോട് പറയാനും ഗണി പറയാനും വിത്തരം പറയാനും. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് വിഷമാന്ന് ഇവര് മനസ്സിലാക്കണ്ടോ? മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് പറയാൻ നിൽക്കില്ലല്ലോ കുഞ്ഞാപ്പോ. ഓർക്കൊരു സുഖാണല്ലേ, സന്തോഷം മറ്റുള്ള ഒരാളെ കുറ്റം പറയുമ്പോ. എനിക്കുണ്ടാവില്ലേ? എനിക്കുണ്ടാവലുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ. എന്നാലും അധികം നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ, നമ്മുടെ നാട്ടിലത്തെ അല്ല കൊറേ ആൾക്കാർ പറയും. കൊറേ ആൾക്കാർ നല്ലതും പറയും. നല്ലതും ചെയ്തതൊക്കെ അതിന് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ ഇമ്മയും കൂടി ഇങ്ങനെ ജീവിച്ചു പോകും. ഇനിയിപ്പോ കല്യാണം കഴിച്ചാ ആ പെണ്ണും കൊറേ മക്കളും ഞാനും. ആയിക്കോട്ടെ, ഞാൻ പോയിക്കോ.